അപ്പൊ നമുക്കിനി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ദാ പൂക്കൾക്കിടയിൽ നമ്മുടെ അഭിജിത്ത് മുഴക്കുന്ന് ഇങ്ങനെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ പൂത്തുല്ലസിച്ച് നിൽക്കുകയാണ്. അഭിജിത്ത്, ഗുഡ് ഈവനിങ്. പൂക്കളുടെയൊക്കെ വില എങ്ങനെയാണ്? അതാണ് അറിയേണ്ടത്. കാരണം അത്തത്തിന് ചുറ്റുവട്ടത്തുള്ള പൂക്കൾ, തുമ്പപ്പൂവൊക്കെ വെച്ച് നമ്മളൊരു അത്തപ്പൂക്കളം ഇടും. പക്ഷെ ഇനി അങ്ങോട്ട് പൂക്കള മത്സരത്തിന്റെ സമയമാണ്. അതുപോലെ ക്യാമ്പസുകളിലും എല്ലാം പൂക്കളം ഇടണം. അവിടെയൊക്കെ പൂവിനിപ്പോൾ വില കൂടി വരുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ്? എല്ലാ പൂക്കളും ഇപ്പോൾ വിപണിയിൽ വന്നു കഴിഞ്ഞു? സുജയ, ഗുഡ് ഈവനിങ്. പൂക്കളെല്ലാം എത്തിയിട്ടുണ്ട്. പല തരത്തിലുള്ള പൂക്കൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. മഞ്ഞ കളറിലും ഓറഞ്ച് കളറിലും ചുവപ്പ് കളറിലും വയലറ്റ് കളറിലും അങ്ങനെ വിവിധ തരം പൂക്കൾ ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ ആൾക്കാർ വരിക, വാങ്ങുക, കൊണ്ടുപോയി പൂക്കളം ഇടുക. ഇത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നമുക്ക് ഈ ഒരുപാട് പേർ ഇവിടെ ഈ പൂക്കളൊക്കെ വാങ്ങാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനിയുള്ള കുറച്ച് ദിവസം കോളേജുകളിലൊക്കെ ഈ പൂക്കള മത്സരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി പൂക്കൾ വാങ്ങാനായി എത്തുന്നവരാണ് അധികം ഉണ്ടാവുക. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ വിലയൊക്കെ? വില കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ പോണ്. ഏകദേശം എങ്ങനെ ഇതിന്റെ റേറ്റ് ഒന്ന് പറഞ്ഞുതരാം ചുരുക്കി? ഇത് ചുരുക്കിന്ന് വെച്ചാൽ ചെട്ടി 100 രൂപ, ജമന്തി 180, പിന്നെ വെള്ള ജമന്തിയാണ് ഇപ്പോൾ വില കൂടുതൽ നിൽക്കുന്നത്. ഏറ്റവും ടോപ്പ് അതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വില കൂടുതലാണ്. വില കൂടുതലാണ്. സുജയ, ഇവിടെ സാധാരണ നിലയിലെ ഇവിടെ ആൾക്കാർക്ക് വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഒരു കിറ്റ് കൊടുക്കും. ആ കിറ്റിൽ ഒരുവിധം എല്ലാ പൂക്കളും ഉണ്ടാവും. അതായത് എത്രയാണ് ചേച്ചി? 50 രൂപയ്ക്ക് കൊടുക്കുന്നത്. 50 രൂപയ്ക്ക് ഇത്രയും കൊടുത്താൽ പോരാ, ഞങ്ങളെ വില കൂടുതലുണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് സങ്കടമുണ്ട് കൊടുക്കും. ഓക്കെ സുജയ, ഇത് നോക്കിയാൽ ഇതൊരു ചെറിയൊരു കിറ്റാണ്. ഈ കിറ്റിൽ ഒരുവിധം എല്ലാ പൂക്കളും ഉണ്ടാവും. അപ്പം അത്തത്തിനൊക്കെ ചെറിയ പൂക്കളായിരിക്കും. ഈ ഒരു 50 രൂപയുടെ കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു അത്തപ്പൂക്കളൊക്കെ ഇട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യും. നാളെ ചിത്രയാണ്. അത്തത്തിന് ഇനി ഇന്ന് പൂക്കളം ഇടാൻ പറ്റില്ല, രാവിലെയാണ് പൂക്കളം ഇടേണ്ടത്. അപ്പോൾ നാളെ ചിത്തിര പൂക്കളം ഇടാനായിട്ടുള്ള പൂവൊക്കെ വാങ്ങി അങ്ങോട്ട് ചെന്നാൽ മതിയെന്ന് വി എസ് രഞ്ജിത്ത് പറയുന്നുണ്ട്. അപ്പോൾ വി എസ് രഞ്ജിത്തിന്റെ മെസ്സേജ് ഒക്കെ എനിക്ക് വന്നു. അപ്പോൾ അഭിജിത്ത്, നമ്മുടെ ബ്യൂറോയിൽ നാളെ ചിത്തിര പൂക്കളം ഇടാനുള്ള ചുമതല അഭിജിത്തിനാണ് എന്തായാലും രഞ്ജിത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. പൂക്കളെല്ലാം വന്നു കഴിഞ്ഞു. പൂക്കൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ് അത് കാണുമ്പോൾ. അങ്ങനെ മഞ്ഞയും ചുവപ്പും അതോടൊപ്പം തന്നെ വാടാമല്ലിയും എല്ലാം അങ്ങനെ പല പല പൂക്കൾ വന്നു കഴിഞ്ഞു. അപ്പോൾ പൂക്കളമൊക്കെ ഒന്ന് ഇടണമെന്നേ. ഈ 10 ദിവസത്തിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു പൂക്കളമൊക്കെ ഇട്ട് നോക്ക്. നമ്മൾ അങ്ങനെ അങ്ങ് ഓണം വേണ്ട, പൂക്കളം ഇടണ്ട എന്നൊന്നും വെച്ച് മാറ്റി വെക്കാതെ നമുക്ക് ഓണം കളറാക്കണം.